നമസ്കാരം. സ്വാതന്ത്ര്യദിനത്തിൽ അടുത്ത 25 വർഷത്തേക്കുള്ള ലക്ഷ്യങ്ങൾക്കുള്ള 5 പ്രതിജ്ഞകൾ മുന്നോട്ട് വയ്ക്കുകയാണ് പ്രധാനമന്ത്രി ചെയ്തത്. വികസിത ഇന്ത്യ, അടിമത്തത്തിന്റെ ഉന്മൂലനം, പൈതൃകം കാത്തുസൂക്ഷിക്കൽ, ഐക്യം എന്നിവയ്ക്ക് ഊന്നൽ നൽകിയുള്ളതായിരുന്നു പ്രസംഗം. പ്രസംഗത്തിൽ ഗാന്ധിജിക്കും നേതാജിക്കുമൊപ്പം വി.ഡി. സവർക്കർ സ്വാതന്ത്ര്യ സമരത്തിന് നൽകിയ നേട്ടങ്ങളും എടുത്തു പറഞ്ഞു. സ്വാതന്ത്ര്യ സമര നേതാക്കളുടെ പട്ടികയിൽ നിന്ന് ജവഹർലാൽ നെഹ്റുവിനെ ഒഴിവാക്കാൻ ബി.ജെ.പി. ശ്രമിക്കുമ്പോഴും പ്രസംഗത്തിൽ നെഹ്റുവിന്റെ നേട്ടങ്ങൾ പരാമർശിക്കപ്പെട്ടു. കുടുംബരാഷ്ട്രീയത്തെയും അഴിമതിയെയും വിമർശിക്കാനും മോദി മറന്നില്ല. സ്വാതന്ത്ര്യം ആഘോഷിക്കപ്പെടുമ്പോഴും കശ്മീരിൽ അസ്വാരസ്യങ്ങൾ പുകയുകയായിരുന്നു. കശ്മീരി പണ്ഡിറ്റുകൾക്കും സാധാരണ ജനങ്ങൾക്കും നേരെ തീവ്രവാദികളുടെ ആക്രമണമുണ്ടായി. ഏറ്റുമുട്ടലിൽ സൈനികരും കൊല്ലപ്പെട്ടു. ബിൽക്കിസ് ബാനു കേസിലെ പ്രതികൾ ജയിൽ മോചിതരാകുന്നതിനും ഇന്ത്യ സാക്ഷിയായി. ദേശീയ രാഷ്ട്രീയത്തിലെ വിശദാംശങ്ങളിലേക്ക് കടക്കും മുൻപ് സ്വാഗതം ന്യൂസ് 18 ഇന്ത്യയിലേക്ക്. തമ്മിലടിയും പടലപ്പിണക്കവും എന്നും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന രാജസ്ഥാനിലെ കോൺഗ്രസ് സർക്കാരിന് ഇരട്ടി പ്രഹരമാവുകയാണ് ജലോറിലെയും ജയ്പൂരിലെയും ദളിത് കൊലപാതകങ്ങൾ. 9 വയസ്സുകാരന് പിന്നാലെ അധ്യാപികയും കൊല്ലപ്പെടുമ്പോൾ ജാതി സമവാക്യങ്ങൾ കൊണ്ട് കളിക്കുന്ന രാജസ്ഥാനിലെ രാഷ്ട്രീയം കലങ്ങിമറിയുകയാണ്. കോൺഗ്രസ് എം.എൽ.എയും കൗൺസിലർമാരും രാജിവെക്കുമ്പോൾ രാജസ്ഥാനിൽ ബി.ജെ.പി. വീണ്ടും പിടിമുറുക്കുകയാണോ? ദ്രൗപദി മുർമുവിലൂടെ ആദിവാസി ദളിത് മേഖലകളുടെയും ജഗദീപ് ധൻഖറിലൂടെ OBC വിഭാഗങ്ങളിലേക്കും ഇറങ്ങിച്ചെല്ലാൻ ബി.ജെ.പി. ശ്രമിക്കുമ്പോഴാണ് കോൺഗ്രസ് ഭരിക്കുന്ന രാജസ്ഥാനിൽ ദളിതർക്ക് നേരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിക്കുന്നത്. ഒന്നിനു പിറകെ ഒന്നായി ഉണ്ടാകുന്ന അക്രമങ്ങളെ നേരിടാൻ ഗെലോട്ട് അക്ഷരാർത്ഥത്തിൽ പണിപ്പെടുകയാണ്. ഭരണം നിലനിർത്താനുള്ള ശ്രമങ്ങൾക്ക് പകരം കോൺഗ്രസിന്റെ തനത് ശൈലിയായ കുതികാലുവെട്ടും പിന്നിൽ നിന്ന് വലിച്ചിടാനുമുള്ള തിടുക്കത്തിലാണ് നേതാക്കൾ. വലിയ പ്രതിഷേധങ്ങളില്ലാതിരുന്ന സച്ചിൻ പൈലറ്റ് പക്ഷവും ഇതോടെ തലയുയർത്തുകയാണ്. स्कूल है और जो संस्था है उसकी मान्यता को रद्द करना चाहिए, लेकिन संदेश जाना चाहिए इस प्रकार की व्यवस्थाओं को हम एक्सेप्ट नहीं कर सकते हैं, इसको बदलना पड़ेगा। मैं ये समझता हूँ ये कहना नाकाफ़ी है कि बाकी राज्यों में ऐसा होता है। हम ये नहीं कह सकते कि बाकी राज्यों में हो रहा है तो यहाँ पर भी हो रहा है. ജൂലൈ 20-നാണ് 9 വയസ്സുകാരൻ ഇന്ദ്രകുമാർ മേഘ്വാളിനെ അധ്യാപകൻ മർദ്ദിക്കുന്നത്. ദളിത് സമുദായത്തിൽ നിന്നുള്ള ഇന്ദ്രകുമാർ തന്റെ കുടിവെള്ള പാത്രത്തിൽ നിന്ന് വെള്ളം കുടിച്ചതിനാണ് അധ്യാപകനായ ഛേൽ സിംഗ് മർദ്ദിച്ചതെന്നാണ് കേസ്. കണ്ണിനും ചെവിക്കും പരിക്കേറ്റ കുട്ടിയെ ആദ്യം ജയ്പൂരിലും പിന്നീട് അഹമ്മദാബാദിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണപ്പെടുകയായിരുന്നു. സ്കൂളും അധ്യാപകരും മറ്റു കുട്ടികളുമെല്ലാം ഈ സംഭവത്തിനെ നിഷേധിക്കുകയാണ് ഉണ്ടായത്. അറസ്റ്റിലായ ഛേൽ സിംഗ് അടിച്ചെന്ന് സമ്മതിക്കുന്നുണ്ടെങ്കിലും കുട്ടി മരിച്ചത് അടിയേറ്റല്ലെന്നാണ് പറയുന്നത്. आप लोग पानी कैसे पीते हो? सर टोके से। इससे मटका है कोई क्या? नहीं नहीं सर, नहीं सर, नहीं सर, एक टंकी ऐसी से ही पीते हो? यस। ദളിത് OBC വിഭാഗങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ശ്രമിക്കുന്ന ബി.ജെ.പിക്ക് ഇത് വീണ് കിട്ടിയ ശക്തമായ അവസരമാണെങ്കിലും പ്രാദേശിക തലത്തിലല്ലാതെ സംസ്ഥാന തലത്തിൽ സർക്കാരിനെതിരെ കാര്യമായ പ്രതിഷേധം ഉയർത്തിയിട്ടില്ല. इसके बारे में जो अलग अलग प्रकार के लोगों की बातें आ रही है उससे बहुत बड़ा भ्रम फैल रहा है प्रदेश में. पुलिस को चाहिए कि जो भी हकीकत है और जो अब तक उसकी जानकारी में आई है अधिकृत रूप से वही बोलेगी तो उसको सच माना जाएगा. ദളിത് ബാലന്റെ മരണത്തിൽ സർക്കാരിനെതിരെ പ്രതിഷേധം ഏറെ ഉയർന്നത് ഭരണകക്ഷിയായ കോൺഗ്രസിൽ നിന്നാണ്. ജലോറിലെ 12 കൗൺസിലർമാരും MLA-യുമാണ് രാജിവെച്ചത്. വാൽമീകി സേനയുടെയും പ്രാദേശിക തലത്തിലെ പ്രതിഷേധങ്ങളും ഭീമാർമിയുടെ ധർണയുമെല്ലാം ഇതിലുണ്ടായി. और 75 साल के बाद भी हमारे समाज की जो संकीर्ण विचारधारा है कि समाज में कुछ असामाजिक तत्व ऐसे हैं जो समाज में फैली कुरीतियों को मिटाने की अपेक्षा उन कुरीतियों को संबल देना चाहते हैं.
एक मटके का पानी पीने से या घोड़ी पे चढ़ने से या कि मूछ रखने से किसी समाज का मान सम्मान कम नहीं होता है, लेकिन उच्च मानसिकता को ध्यान में रखते हुए जिस प्रकार से दलित समाज के लोगों का अत्याचार किया जा रहा है, उनको मारा जा रहा है, उसी भावना को ध्यान में रखते हुए मेरे मन में टीस आई है कि इस प्रकार के अत्याचारों को सहन नहीं किया जाएगा और इसके लिए जन क्रांति लाने के लिए मुझे कोई ना कोई कुर्बानी देनी पड़ेगी। आज मैं मेरे विधायक पद से इस्तीफा दे रहा हूँ और मैं एक जन क्रांति पूरे राजस्थान में लाना चाहूँगा ताकि दलित समाज के जो अधिकारों का हनन हो रहा है, उनका शोषण हो रहा है, उनका जो दमन हो रहा है, उनका रक्षा कर सके। മർദ്ദിച്ചെന്നാരോപിക്കുന്ന അധ്യാപകൻ അറസ്റ്റിലായി നിയമ നടപടികൾ തുടരുമ്പോഴും സ്വന്തം പാർട്ടിക്കുള്ളിലെ പ്രതിഷേധത്തെ എങ്ങനെ നേരിടുമെന്നതാണ് ഗെഹ്ലോട്ടിനെ ഏറെ അലട്ടുന്നത്. सबके आशीर्वाद या शुभकामनाओं से मैं बच गया हूँ, वरना मैं यहाँ नहीं रहता मुख्यमंत्री के रूप में और ना मैं बात कर सकता था। तो ये जो है, ये दुआएं थी प्रदेशवासियों की। हमारे एमएलए देखो, आप मेरे साथ में बैठे थे, एमएलए 34 दिन तक बैठे है। ജലോറിലെ കൊലപാതകത്തിന്റെ ചൂടടങ്ങും മുൻപെയാണ് ജയ്പൂരിൽ ദളിത് അധ്യാപികയെ തീ കൊളുത്തി കൊന്നത്. വായ്പ നൽകിയ പണം തിരികെ ചോദിച്ചതിലുള്ള തർക്കമാണ് അനിതാദേവിയുടെ മരണത്തിലെത്തിയത്. जब तक मैं चलती है तब तक वो देखते रहे, आखिरी में बस छोड़ के वहां से रवाना हो गए। मैं बैसी बैसी चलती रही. ഒന്നിനു പിറകെ ഒന്നായുള്ള ഈ സംഭവങ്ങൾ ദളിത് വിഭാഗങ്ങളെ സർക്കാരിൽ നിന്ന് അകറ്റാൻ മതിയാകുന്നതാണ്. ഒരു വർഷത്തിന് ശേഷം തെരഞ്ഞെടുപ്പിനെ നേരിടാനിരിക്കെ പ്രതിപക്ഷത്തിന്റെ കയ്യിൽ ആയുധം നൽകുന്നതിന് തുല്യമായ നടപടികളാണ് കോൺഗ്രസിൽ നിന്നുണ്ടാകുന്നത്. അവസരങ്ങൾ വ്യക്തി താൽപര്യത്തിനായി പ്രയോജനപ്പെടുത്തുമ്പോൾ നിൽക്കുന്ന അടിത്തറ ഇളകുന്നത് അവർ അറിയാത്തതാണോ അതോ അറിഞ്ഞിട്ടും കണ്ടമട്ട് കാണിക്കാത്തതാണോ അതോ ഇതെല്ലാം മറ്റൊരു ലക്ഷ്യത്തോടെയുള്ള ആസൂത്രിത നീക്കമാണോ? സ്വാതന്ത്ര്യലബ്ധിയുടെ 75 വർഷം ആഘോഷിക്കവേ ബിൽക്കിസ് ബാനുവിനെ കൂട്ടബലാത്സംഗം ചെയ്ത കേസിലെ പ്രതികൾ ജയിൽ മോചിതരായിരിക്കുകയാണ്. സ്ത്രീ ശക്തിയെക്കുറിച്ചും സ്ത്രീകളുടെ ശാക്തീകരണത്തെക്കുറിച്ചും പ്രധാനമന്ത്രി ചെങ്കോട്ടയിൽ പ്രസംഗിച്ച് പൂർത്തിയാകും മുൻപാണ് ഗുജറാത്തിലെ BJP സർക്കാരിന്റെ നടപടിയെന്നതും ശ്രദ്ധേയമാണ്. स्वभाव से, संस्कार से, रोजमर्रा की जिंदगी में नारी को अपमानित करने वाली हर बात से मुक्ति का संकल्प ले सकते हैं. नारी का गौरव राष्ट्र के सपने पूरे करने में बहुत बड़ी पूंजी बनने वाला है. പ്രധാനമന്ത്രി സ്ത്രീശക്തിയെക്കുറിച്ച് പ്രസംഗിച്ച മണിക്കൂറുകൾ തികയും മുൻപാണ് 2002 ബിൽക്കിസ് ബാനു കൂട്ടബലാത്സംഗ കേസിലെ പ്രതികളെ ജയിൽ മോചിതരാക്കുന്നത്. ഗുജറാത്ത് കലാപത്തിനിടെയുള്ള മനുഷ്യ മനസ്സിനെ ഏറ്റവും നടുക്കിയ ക്രൂരകൃത്യമായിരുന്നു ബിൽക്കിസ് ബാനു കേസ്. 5 മാസം ഗർഭിണിയായിരുന്ന ബിൽക്കിസിനെ 10-ലേറെ പേർ ചേർന്ന് ക്രൂരമായി പീഡിപ്പിച്ചു. ബിൽക്കിസിന്റെ 3 വയസ്സ് പ്രായമുള്ള കുഞ്ഞിനെ നിലത്തെറിഞ്ഞു കൊന്നു. കുടുംബത്തിലുണ്ടായിരുന്ന മറ്റ് 6 പേരെ അക്രമികൾ കൊലപ്പെടുത്തി. കേസിൽ ബാഹ്യസമ്മർദ്ദങ്ങൾ ഉണ്ടാകുന്നുവെന്ന കണ്ടെത്തലിനെ തുടർന്ന് വിചാരണ ഗുജറാത്തിന് പുറത്തേക്ക് മാറ്റി. 11 പേർ കുറ്റക്കാരാണെന്ന് 2008 മുംബൈയിലെ പ്രത്യേക കോടതി കണ്ടെത്തി. ഇവരെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. ഇവരെയാണ് ശിക്ഷിച്ച് 15 വർഷം തികയുമ്പോഴേക്കും സ്വാതന്ത്ര്യദിനത്തിൽ ഗുജറാത്ത് സർക്കാർ ജയിൽ മോചിതരാക്കിയത്. കേസിലെ പ്രതികളിൽ ഒരാൾ ശിക്ഷാ കാലയളവിൽ ഇളവ് തേടി സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. ഇതിൽ തീരുമാനമെടുക്കാൻ സുപ്രീം കോടതി ഗുജറാത്ത് സർക്കാരിനോട് നിർദ്ദേശിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ വിഷയത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ പഞ്ച്മഹൽ കളക്ടർ സുജൽ മയാത്ര അധ്യക്ഷനായ സമിതിയെ ഗുജറാത്ത് സർക്കാർ നിയോഗിച്ചിരുന്നു. 15 വർഷം ശിക്ഷ പൂർത്തിയാക്കിയ എല്ലാവരെയും വിട്ടയക്കാമെന്ന് ഈ സമിതി സർക്കാരിന് നിർദ്ദേശം നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പ്രതികളുടെ ജയിൽ മോചനം. मेरा नाम राधेश्याम शाह है. मुझे 2002 के साबरमती ट्रेन कांड के बाद हुई कम्युनल राइट के केस में मुंबई सेशंस कोर्ट के द्वारा आजीवन कारावास की सजा हुई थी. मैंने जेल में 18 साल का समय बिताया है. उसके बाद मैंने रिलीज़ के लिए नामदार सुप्रीम कोर्ट में एप्लीकेशन की थी. नामदार सुप्रीम कोर्ट ने मेरी एप्लीकेशन के बारे में गुजरात सरकार को डायरेक्शन देते हुए रिलीज़ के बारे में निर्णय लेने के लिए कहा था. 15 अगस्त के दिन मुझे गुजरात सरकार के ऑर्डर के मुताबिक जेल में से रिलीज़ किया गया है. ജയിൽ മോചനത്തോളമോ അതിലിരട്ടിയോ വിമർശന വിധേയമായത് പുറത്തിറങ്ങിയ കുറ്റക്കാർക്ക് നൽകിയ സ്വീകരണമാണ്. ഹാരവും മധുര പലഹാരങ്ങളും നൽകിയാണ് ഇവരെ ജയിലിന് പുറത്ത് സ്വീകരിച്ചത്. ഇതിലും വിചിത്രം ഈ നടപടിയെ ന്യായീകരിക്കുന്ന ഗോദ്രയിലെ BJP MLAയുടെ പ്രസ്താവനയാണ്. അവർ ബ്രാഹ്മണരാണെന്നും
നല്ല സംസ്കാരത്തിന്റെ പേരിലാണ് അവർ അറിയപ്പെടുന്നതെന്നുമായിരുന്നു CK റൗൾജിയുടെ പരാമർശത്തിന്റെ ഉള്ളടക്കം. फैमिली के मेंबर के जो कोई एक्टिविटी है वो बहुत अच्छी थी. ब्राह्मण लोग थे और वैसे भी ब्राह्मण के जो कुछ है किसी को मतलब के गुने में डाल के उसको पनिशमेंट करने का बद इरादा भी हो सकता है. പ്രധാനമന്ത്രിയുടെ വാക്കുകൾക്ക് സ്വന്തം പാർട്ടി പോലും വില നൽകുന്നില്ലെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ അടക്കം ആക്ഷേപം. प्रधानमंत्री जी ने लाल किले की प्राचीर से बड़ी बड़ी बातें की. नारी सुरक्षा, नारी सम्मान, नारी शक्ति, अच्छे अच्छे शब्द इस्तेमाल किए. कुछ घंटों के बाद गुजरात सरकार ने एक ऐसा निर्णय लिया, बलात्कार के अभियुक्त उनको आपने रिहा कर दिया कि 14 साल हो गए हैं, इनका कंडक्ट अच्छा है जेल में, और नेचर ऑफ क्राइम, ये 3 पैरामीटर्स, ये 3 मापदंड बिल्किस बानो केस के 11 अभियुक्तों को, आरोपी नहीं अभियुक्तों को जेल से बाहर कर दिया, रिहा कर दिया. और ये केस और ये निर्णय, इसको हम आइसोलेशन में न देखें तो एक पैटर्न दिखाई देता है. कठुआ, उन्नाव, ये 2 मील का पत्थर होंगे इस देश के इतिहास में और शर्मिंदा करते रहेंगे हम सबको जो राजनीति में हैं. ഒരറ്റത്ത് പ്രതിഷേധം തുടരുമ്പോഴും BJPയും ഗുജറാത്ത് സർക്കാരും ബിൽക്കിസ് ബാനുവിന്റെ കേസിൽ മൗനം പാലിക്കുകയാണ്. ഭയമില്ലാതെ ജീവിക്കണമെന്ന് പറഞ്ഞ ബിൽക്കിസ് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിലുള്ള വിശ്വാസം നഷ്ടമായെന്നും കൂട്ടിച്ചേർത്തു. ബിൽക്കിസിന്റേത് ഒറ്റപ്പെട്ട സംഭവമല്ല. ഉന്നാവ്, കഠ്വ, ഹാത്രസ് എല്ലാം ഇതിന് സമ്മാനമാണ്. ഇന്ത്യയുടെ അതിർത്തികളിലെല്ലാം നിരീക്ഷണങ്ങളും നീക്കങ്ങളും ശക്തമാക്കുകയാണ് ചൈന. നേപ്പാളിനുള്ള സാമ്പത്തിക സഹായവും ഭൂട്ടാൻ, മ്യാൻമാർ എന്നീ രാജ്യങ്ങളുമായി അടുക്കാനുള്ള ശ്രമങ്ങളുമെല്ലാം ഈ ലക്ഷ്യത്തോടെയാണ്. ഇതിലെല്ലാം ഉപരിയാണ് ശ്രീലങ്കയിലെ വമ്പൻ നിക്ഷേപ പദ്ധതികൾ. ഒടുവിൽ ഇന്ത്യയുമായി അടുത്തു കിടക്കുന്ന ഹമ്പൻടോട്ടയിലെത്തിയിരിക്കുകയാണ് ചൈനയുടെ ചാരക്കപ്പലിന്റെ കണ്ണുകൾ. ലേയിലെയും ലഡാക്കിലെയും പാങ്കോങ്സോയിലെയും പ്രകോപന നീക്കങ്ങൾക്ക് പിന്നാലെ സമുദ്രത്തിൽ നിന്നുകൂടി ഇന്ത്യക്ക് നേരെ കരുനീക്കങ്ങൾ ശക്തമാക്കുകയാണ് ചൈന. തായ്വാനും ജപ്പാനുമായുള്ള തർക്കത്തിനിടെ ചാരക്കപ്പൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന യുവാൻ വാങ് 5 ശ്രീലങ്കയിലേക്ക് എത്തി. ഇന്ത്യയുടെയും അമേരിക്കയുടെയും എതിർപ്പ് അവഗണിച്ച ശ്രീലങ്ക കപ്പലിന് ഹമ്പൻടോട്ടയിൽ നങ്കൂരമിടാൻ അനുമതി നൽകി. സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ ലക്ഷക്കണക്കിന് അമേരിക്കൻ ഡോളറിന്റെ സഹായം നൽകുമ്പോഴും ശ്രീലങ്കയിൽ ചൈനയ്ക്കുള്ള സ്വാധീന ശക്തി കുറയ്ക്കാൻ ഇന്ത്യക്ക് സാധിച്ചിട്ടില്ല. അതിന്റെ തെളിവാണ് അമേരിക്കയുടെ പോലും നിർദ്ദേശം അവഗണിച്ച ശ്രീലങ്ക ചൈനീസ് ചാരക്കപ്പലിന് നങ്കൂരമിടാൻ അനുമതി നൽകിയത്. ചൈനയുടെ പീപ്പിൾസ് ലിബറേഷൻ ആർമിക്ക് കീഴിലുള്ള സ്ട്രാറ്റജിക് സപ്പോർട്ട് ഫോഴ്സിന്റെ നിയന്ത്രണത്തിലുള്ള ചാരക്കപ്പലെന്നാണ് യുവാൻ വാങ് 5 അറിയപ്പെടുന്നത്. പുറം ലോകത്തിനു മുന്നിൽ ഗവേഷണ സഹായത്തിനുള്ള കപ്പലായാണ് ഇത് വിശേഷിപ്പിക്കപ്പെടുന്നത്. ഏകദേശം 750 കിലോമീറ്ററോളം ദൂരം ആകാശ നിരീക്ഷണത്തിനുള്ള സംവിധാനം അടങ്ങുന്നതാണ് യുവാൻ വാങ് 5. ശത്രുവിന്റെ ബഹിരാകാശ, സൈബർ, ഇലക്ട്രോണിക് യുദ്ധരഹസ്യങ്ങളിലേക്ക് നുഴഞ്ഞു കയറാനുള്ള സംവിധാനങ്ങൾ കപ്പലിൽ ഒരുക്കിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഇത് സത്യമാണെങ്കിൽ ഇന്ത്യക്ക് വൻ ഭീഷണി തന്നെയാണ് ഇത് ഉയർത്തുക. കൂടംകുളം ആണവ നിലയം, കൽപ്പാക്കം ആണവോർജ നിലയം, കൊച്ചി തുറമുഖം, ചെന്നൈ, ആൻഡമാൻ തുടങ്ങി ഇന്ത്യയുടെ ദക്ഷിണ തീരങ്ങളിലെ നിർണായക കേന്ദ്രങ്ങൾക്കരികെയാണ് ഹമ്പൻടോട്ട തുറമുഖം. ഹമ്പൻടോട്ടയിൽ നിന്ന് കൂടംകുളം ആണവ നിലയത്തിലേക്കുള്ള ദൂരം വെറും 441 കിലോമീറ്ററാണ്. കൽപ്പാക്കമാകട്ടെ 719 കിലോമീറ്റർ അകലെയും. കൊച്ചി നാവിക ആസ്ഥാനം 680 കിലോമീറ്റർ മാത്രം ദൂരെയാണ്. യുവാൻ വാങ് 5ന്റെ നിരീക്ഷണ ദൂരമാകട്ടെ കുറഞ്ഞത് 750 കിലോമീറ്റർ. അതായത് ഇന്ത്യയുടെ ദക്ഷിണ തീരത്തുള്ള തന്ത്രപ്രധാന മേഖലകളെല്ലാം നിരീക്ഷിക്കാൻ ചൈനയ്ക്ക് സാധിക്കും. ചൈനയുടെ ഈ നീക്കം അപ്രതീക്ഷിതമെന്ന് പറഞ്ഞുകൂടാ.
ഹമ്പൻടോട്ട തുറമുഖം വികസിപ്പിക്കാമെന്ന വാഗ്ദാനത്തിലൂടെ പാട്ടത്തിനെടുക്കുമ്പോൾ തന്നെ നിരവധി ലക്ഷ്യങ്ങൾ ചൈന മുന്നിൽ കണ്ടിരുന്നു. പാകിസ്ഥാനിലെ ഖ്വാദർ തുറമുഖത്തിനപ്പുറം സമുദ്ര വ്യാപാരം ശക്തമാക്കാൻ ചൈനയ്ക്ക് മറ്റൊരു തുറമുഖത്തിന്റെ കൂടി ആവശ്യമുണ്ടായിരുന്നു. അതാണ് ഹമ്പൻടോട്ട കൊണ്ട് സാധ്യമായത്. ഇന്ത്യയെ ഭീഷണിപ്പെടുത്താൻ സാധിക്കുന്ന അകലത്തിലൊരു തുറമുഖമെന്ന ആവശ്യവും ഇതിലൂടെ സാധ്യമായി. എന്നും ഇന്ത്യയുമായി അടുത്ത ബന്ധം നിലനിർത്തിയിരുന്ന ശ്രീലങ്കൻ ഭരണത്തിന് മേൽ ശക്തമായ നിയന്ത്രണാധികാരം നേടുന്നതിലൂടെ ഇന്ത്യയുടെ സൗഹൃദ ശക്തി കുറയ്ക്കാനും ചൈനയ്ക്ക് കഴിഞ്ഞു. മാൽദീവ്സിലുള്ള ചൈനയുടെ നിക്ഷേപ പദ്ധതിയുടെ ലക്ഷ്യവും മറ്റൊന്നല്ല. നാൻസി പെലോസിയുടെ സന്ദർശനത്തിൽ തൈവാനുമായും ദക്ഷിണ ചൈന കടലിലെ തർക്കങ്ങളിൽ ജപ്പാനുമായും കൊമ്പുകോർത്ത് നിൽക്കുമ്പോഴും ഇന്ത്യയെ പ്രകോപിപ്പിക്കാൻ ചൈന ശ്രമിക്കുകയാണ്. ചൈനയുമായുള്ള ഇന്ത്യയുടെ തർക്കം ലേ, ലഡാക്ക്, അരുണാചൽ, സിക്കിം മേഖലകളിലാണെങ്കിലും ചൈന ആ പോരാട്ടം സാമ്പത്തിക, വ്യാപാര, നയതന്ത്ര മേഖലകളിലേക്കും വ്യാപിപ്പിച്ചിരിക്കുകയാണ്. ഇതാദ്യമായല്ല ഇന്ത്യക്ക് ചുറ്റും ചൈന പ്രകോപനമുണ്ടാക്കുന്നത്. 2019 ചൈനീസ് നാവിക കപ്പലായ ഷിയാൻ 1 ആൻഡമാൻ തീരത്തെത്തിയെന്ന് റിപ്പോർട്ടുകളുണ്ട്. 2020 6 ചൈനീസ് കപ്പലുകളാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെത്തിയത്. 2014 ആണവ മുങ്ങിക്കപ്പലായ ഷാങ്ഷൻ 2 കൊളംബോ തുറമുഖത്തെത്തിയിരുന്നു. യുവാൻ വാങ് 5 നിലവിലെ സന്ദർശനം പ്രകോപനം മാത്രമായി കാണാമെങ്കിലും ചൈനീസ് ചാരഭീഷണി അകലെയല്ല. മുൻകാലങ്ങളിലെങ്ങും കണ്ടിട്ടില്ലാത്ത കാലാവസ്ഥ വ്യതിയാനമാണ് ഇന്ത്യ നേരിടുന്നത്. യൂറോപ്യൻ രാഷ്ട്രങ്ങൾ കൊടും ചൂടും വേനലും നേരിടുമ്പോൾ ഇന്ത്യയിൽ മഴയുടെ താണ്ഡവമാണ്. മിക്ക സംസ്ഥാനങ്ങളിലും മഴ വൻ നാശനഷ്ടമാണ് വിതച്ചത്. മധ്യപ്രദേശും ഒഡീഷയും പ്രളയത്തിന്റെ കെടുതി അനുഭവിച്ച ദിവസങ്ങളാണ് കടന്നുപോയത്. ധാമിലെ കരമണക്കെട്ടിലുണ്ടായ ചോർച്ച വൻ ആശങ്കയാണ് പ്രളയകാലത്തിനിടെ ഉയർത്തിവിട്ടത്. ഓരോ മഴക്കാലവും മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ നാശനഷ്ടങ്ങൾ വരുത്തിയാണ് കടന്നുപോകുന്നത്. ഈ വർഷവും വ്യത്യസ്തമല്ല. അസമിൽ ഒന്നിലേറെ തവണയാണ് പ്രളയമുണ്ടായത്. ജമ്മു കശ്മീരിലെയും ഹിമാചൽ പ്രദേശിലെയും സ്ഥിതി വ്യത്യസ്തമല്ല. മധ്യപ്രദേശിൽ ഇടയ്ക്കിടെ ശക്തമായ മഴ പെയ്തെങ്കിലും പ്രളയസമാനമായ അന്തരീക്ഷമായി അത് വളർന്നത് കഴിഞ്ഞ ദിവസങ്ങളിലാണ്. താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിനടിയിലായി. നദികളുടെ കുത്തൊഴുക്കിൽ ബസ്സുകളടക്കം കുടുങ്ങി. മലവെള്ളം കൂടി ഒലിച്ചിറങ്ങിയപ്പോൾ ചുവന്നു കലങ്ങി അലറിപ്പാഞ്ഞൊഴുകുന്ന നദികൾ തീരങ്ങളിൽ താമസിക്കുന്നവരുടെ പേടി സ്വപ്നമായി. കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിലാണ് മിക്കയിടങ്ങളിലും ജലനിരപ്പുയർന്നത്. അലറിപ്പാഞ്ഞെത്തുന്ന ജലത്തിന് മുന്നിൽ റോഡുകളും പാലങ്ങളും തകർന്നു. ഇതിനിടെയാണ് ധാമിലെ നിർമ്മാണത്തിലിരുന്ന കരൺ ഡാമിൽ ചോർച്ച കണ്ടെത്തിയത്. മണിക്കൂറുകൾ കൊണ്ട് ചെറിയ ചോർച്ച ജലത്തിന്റെ കുത്തൊഴുക്കായി മാറി. അണക്കെട്ടിൽ കെട്ടി നിർത്തിയ ജലം ഒരു വശത്തിലൂടെ അതിശക്തമായി പുറത്തേക്കൊഴുകിയതോടെ ഗ്രാമങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. ജലത്തിന്റെ ഗതിയും വേഗവും നിയന്ത്രിച്ച് ഒഴുക്കിവിട്ടാണ് സ്ഥിതി നിയന്ത്രണ വിധേയമാക്കിയത്. മഴക്കെടുതിക്കിടയിലും ഡാമിന്റെ നിർമ്മാണത്തിലെ ക്രമക്കേട് ഉയർത്തിക്കാട്ടപ്പെട്ടു. ये डैम जो फूटा है ये भ्रष्टाचार का बीजेपी का डैम फूटा है। ये मिट्टी देखे साफ, मैंने मिट्टी देखी, मिट्टी का डैम बना हुआ। मैं लोगों से मिला जो प्रभावित हुए, जिनकी ज़मीन गई है, फसल गई है, घर गए हैं, जो आज जंगल में घूम रहे हैं, इनकी कोई प्रबंध नहीं। पूरे प्रदेश में भ्रष्टाचार की दीमक लगी हुई है। ആരോപണങ്ങൾക്ക് മറുപടി നൽകാൻ മധ്യപ്രദേശ് സർക്കാരിനായില്ല. മറിച്ച് രക്ഷാപ്രവർത്തനങ്ങളുടെ മേന്മ പറഞ്ഞ് അതിന്റെ മറയിൽ തടിതപ്പുകയാണ് മുഖ്യമന്ത്രി അടക്കം ചെയ്തത്. नजर रखे हुए हैं। कल भी मेरी माननीय प्रधानमंत्री जी से चर्चा हुई।
आज भी प्रधानमंत्री जी से चर्चा हुई। हमारे लिए जनता की सुरक्षा सर्वोपरि है, उसको ध्यान में रखते हुए धार जिले के 12 और खरगोन जिले के 6 गांव हमने खाली कराए हैं। अब कांग्रेस के पास इसमें भी राजनीति करने का लाभ बच क्या रहा है, इसमें राजनीति करना चाहिए। इसमें सुरक्षा की बात करो, कैसे हम इसको ठीक करें इसकी बात करो। यहाँ पर उनको हर चीज में उनको राजनीति करना दिखती है। അധികൃതരുടെ ഇടപെടൽ കൊണ്ട് ഡാമിന്റെ ചോർച്ചയിലൂടെ ധാമിൽ മറ്റ് നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായില്ല. സമീപ സംസ്ഥാനമായ ഒഡീഷയിലും സ്ഥിതി വ്യത്യസ്തമല്ല. മഹാനദിയിലടക്കം പ്രളയജലം നിറഞ്ഞു. മഴ ശക്തമാകുന്നതിന് മുൻപേ ഹിരാക്കുഡ് അണക്കെട്ടടക്കം തുറന്നു. പുരി, കട്ടക്കടക്കമുള്ള നഗരങ്ങളിലും സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല. ഗതാഗതം ബാധിക്കപ്പെട്ടു. റോഡുകൾ തകർന്നു. ഝാർഖണ്ഡിലും ശക്തമായ മഴയാണ് പെയ്തത്. കിഴക്കൻ മേഖലയ്ക്ക് പുറമെ ഗുജറാത്ത്, രാജസ്ഥാൻ അടക്കമുള്ള ഉത്തര പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിലും കനത്ത മഴയാണുണ്ടായത്. ഉത്തർപ്രദേശിലും ജമ്മു കാശ്മീരിലും മഴ തകർത്തു പെയ്തു. യമുന നദിയിൽ മുൻകാലങ്ങളിലേതിനേക്കാൾ ജലനിരപ്പ് ഉയർന്നു. ഇറ്റാവയും അയോധ്യയും അടക്കമുള്ള പ്രദേശങ്ങളിൽ നദികൾ കരകവിഞ്ഞു. ഹിമാചൽ പ്രദേശിലും സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല. ഒന്ന് ശക്തമായി പെയ്ത മഴയിൽ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലുമെല്ലാം ഉണ്ടായി. ജമ്മു കാശ്മീരിലെ കത്വയിലാണ് പ്രളയം കൂടുതൽ നാശം വിതച്ചത്. ഡൽഹിയിലും പഞ്ചാബിലും വർഷകാലം തെറ്റിയ പോലെ വീണ്ടും മഴ പെയ്തു. കർണാടകയിലുമുണ്ടായി മഴക്കെടുതി. മെയ് മാസം മുതൽ കർണാടകയിൽ മഴക്കെടുതി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ജൂണിലും ജൂലൈയിലും നിരവധി ജീവനുകളാണ് മഴക്കെടുതിയിൽ നഷ്ടമായത്. ന്യൂസ് 18 ഇന്ത്യ ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.